ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നാം എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ട്രിവാൻഡ്രം തൊട്ട് ഫിലിപ്പീൻസ് വരെയുള്ളൊരു യാത്രയാണ് കേട്ടോ. അതായത് നമ്മുടെ ഇപ്പം നമ്മൾ നിൽക്കുന്നത് ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. ഇവിടെ നിന്ന് നമ്മൾ നേരെ ഫിലിപ്പീൻസിലേക്കാണ് യാത്ര. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്കിന്ന് പോകും. അങ്ങനെ ഞങ്ങൾ സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ എയർപോർട്ടിനകത്തേക്ക് കയറി. ചെക്കിങ്ങിന് ഇവിടെയാണ്. ഞങ്ങളങ്ങനെ സ്കൂട്ടിൻ്റെ ഫ്ലൈറ്റാണ് നമുക്കിവിടെ നിന്ന് സിംഗപ്പൂരിലേക്കുള്ളത്. പിന്നെ ഞങ്ങളങ്ങനെ സ്കൂട്ടിൻ്റെ കൗണ്ടറൊക്കെ കണ്ടുപിടിച്ചു. ഞങ്ങളങ്ങനെ ബോർഡിംഗ് പാസ്സൊക്കെ മേടിക്കാൻ വേണ്ടി ഞങ്ങൾ പോവുകയാണ്. പക്ഷെ നല്ല തിരക്കാണ് കേട്ടോ. സ്കൂട്ടിൻ്റെ കൗണ്ടർ ഒത്തിരി നല്ല തിരക്കാണ്. ക്യൂവിൽ നിന്ന് വേണം നമുക്ക് സ്കൂട്ടിൻ്റെ കൗണ്ടറിലോട്ട് പോകാൻ വേണ്ടി. അങ്ങനെ ഞങ്ങൾക്ക് സിംഗപ്പൂർക്ക് പോകാനുള്ള ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി. ഞങ്ങളങ്ങനെ സിംഗപ്പൂരിലേക്ക് പോവുകയാണ്. ഹലോ, 11:10 നമുക്ക് ഫ്ലൈറ്റ് ടൈം തന്നിട്ടുള്ളത്. പക്ഷേ ഏകദേശം ഒരു 25 മിനിറ്റ്സോളം ഫ്ലൈറ്റ് ലേറ്റാന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങളുടെ ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇതിലുണ്ടോ എന്ന് നോക്കട്ടെ. അതാ കിടക്കുന്നു ഞങ്ങളുടെ TR 531 സിംഗപ്പൂർ. ഏകദേശം ഒരു 45 മിനിറ്റ്സോളം ഡിലേ ആണ് കേട്ടോ. ഗേറ്റ് 3 ഞങ്ങളുടെ ഫ്ലൈറ്റ് വരുന്നത്. എന്നുവെച്ചാൽ നല്ല തിരക്കുണ്ട് കേട്ടോ. എയർപോർട്ടിനകത്ത് ഒത്തിരി തിരക്കുണ്ട്. രാത്രി സമയമാണെങ്കിലും നല്ല തിരക്കുണ്ട്. ഇപ്പോൾ കയറി വരുന്ന സൈഡിൽ തന്നെ ബോർഡിംഗ് പാസ്സൊക്കെ കഴിഞ്ഞ് നേരെ മുകളിൽ കയറി വരുമ്പോഴത്തേക്കും ഐ ലവ് ട്രിവാൻഡ്രം എന്നൊക്കെ പറഞ്ഞൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. എൻ്റെ ബാക്കിലൊരു ആർടെക്കിൻ്റെ പരസ്യമുണ്ട് കേട്ടോ. എന്തായാലും ഇതൊരു പൊളി സാധനം തന്നെയാണ്. ഐ ലവ് ട്രിവാൻഡ്രം നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു സംഭവം തന്നെയാണ്. ഇവിടെ ഒത്തിരി കടകളൊക്കെ ഉണ്ട് കേട്ടോ എയർപോർട്ടിനകത്ത്. ബാഗ്സ്, ലെതറിൻ്റെയൊക്കെ നല്ല കടകളുണ്ട്. ഇവിടെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഹാങ്ങർ ബാർ എന്ന് പറഞ്ഞൊരു ബാറൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിൽ പോയാൽ നമുക്ക് കള്ളു കുടിക്കാനൊക്കെ പറ്റിയൊരു സ്ഥലം. ഇത് ഫുള്ള് ഹാങ്ങിങ്ങിലാണ് അവർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും ഹാങ്ങർ ബാർ എന്നുള്ളൊരു പേരൊക്കെ അവർ കൊടുത്തിരിക്കണേന്ന് തോന്നുന്നു. DC ബുക്സിൻ്റെ ഒരു ബുക്ക് സ്റ്റോളൊക്കെ ഇവിടെ ഉണ്ട്. ഒരു ഡ്യൂട്ടി ഫ്രീ ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഡ്യൂട്ടി ഫ്രീ ഷോപ്പുണ്ട്. ഇത് മറ്റേ എയർപോർട്ടുകളൊക്കെ അപേക്ഷിച്ച് കുറച്ച് ചെറിയൊരു ഡ്യൂട്ടി ഫ്രീ ഷോപ്പാണ് കേട്ടോ. സിംഗിൾ മാൾട്ടൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ സ്കൂട്ട് ഫ്ലൈറ്റിലോട്ട് കയറാൻ വേണ്ടിയുള്ള യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ സ്കൂട്ടിലോട്ട് കയറാൻ പോകുന്നു. ഗേസ്, വാവ്, 34. വാവ്, നമ്മുടെ സീറ്റ് നമ്പറൊക്കെ അവർ പറഞ്ഞു തരാണ് കേട്ടോ. നല്ല ലോങ് ആയിട്ടുള്ള ഫ്ലൈറ്റാണ്. 34A. ഓക്കെ, വെൽക്കം. ഇത് രണ്ട് സൈഡായിട്ടാണ് ഉള്ളത് കേട്ടോ. നമ്മുടെ ബസ്സിലൊക്കെ ഉള്ളതുപോലെ. പക്ഷേ ഒരു സൈഡിൽ 3 സീറ്റ്, മറ്റേ സൈഡിൽ 3 സീറ്റ്. അങ്ങനെ ഇവിടെ സീറ്റൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. Smoking and use of electronic cigarettes are not allowed on school flights. Any attendant smokers are smoke alarm. You may continue to use live portable devices such as smartphones and tablets in flight safe mode and is advised by the crew. അങ്ങനെ ഞങ്ങളുടെ വിമാനം ഇതാ പുറപ്പെട്ടിരിക്കുകയാണ്. ട്രിവാൻഡ്രത്ത് നിന്ന് ഞങ്ങൾ സിംഗപ്പൂർക്കാണ് പോകുന്നത് കേട്ടോ. സിംഗപ്പൂർ പോയതിന് ശേഷമാണ് ഞങ്ങൾ മനിലേക്ക് പോകുന്നത്. ഇപ്പോൾ ഞങ്ങൾ സ്കൂട്ടിൻ്റെ വിമാനത്തിലാണ് യാത്ര പോകുന്നത്. അതിൻ്റെ ചിറകിൻ്റെ സൈഡിൽ നമ്മുടെ സ്കൂട്ടിൻ്റെ എംബ്ലോഗ് കാണാം. പക്ഷേ രാത്രി ആയതുകൊണ്ടാണ് വ്യക്തമായിട്ടൊന്നും കാണാൻ കഴിയാത്തത് കേട്ടോ.
ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടിനകത്ത് വേറെ 2 ഫ്ലൈറ്റൊക്കെ കിടപ്പുണ്ട്. ഏകദേശം ഇനിയൊരു സിംഗപ്പൂർ എത്താൻ ഏകദേശം 4.5 മണിക്കൂർ യാത്രയുണ്ട്. നമുക്ക് ഓൾറെഡി 11:10 നമ്മുടെ ഫ്ലൈറ്റ്. പക്ഷേ അത് എത്തിയപ്പോൾ തന്നെ ഏകദേശം 1 ഹവറോളം ഡിലേ ആയിരുന്നു. ലേറ്റായിട്ടാണ് നമ്മുടെ ഫ്ലൈറ്റ് വന്നത്. ഇപ്പോൾ ഏകദേശം 12:30 1 മണിയായിട്ടുണ്ട്. ഫ്ലൈറ്റ് എടുത്തു. ഞങ്ങളിങ്ങനെ അതാ സിംഗപ്പൂർ യാത്രയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. യാത്ര ആയതുകൊണ്ട് ഒന്നും തന്നെ കാണാൻ കഴിയുന്നില്ല കേട്ടോ. കുറച്ച് ദീപങ്ങളെ പോലെ കുറേ ലൈറ്റുകൾ മാത്രമേ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. പകല് കാണുന്നതിനേക്കാളും വേറൊരു ലുക്കിൽ തന്നെയാണ് ഇത് കാണുന്നത്. പുക വന്ന് നിന്ന് ഇങ്ങനെ പോകുന്നത് പോലെയാണ്. ദൂരക്കാഴ്ചയിൽ സത്യം പറഞ്ഞാൽ നമ്മുടെ പഞ്ഞി ഇങ്ങനെ നിരത്തിയിട്ടിരിക്കത്തില്ലേ, മഞ്ഞിന് വേണ്ടിയൊക്കെ, അതേപോലെ. വിമാനം ചരിഞ്ഞൊക്കെ പറക്കുക കേട്ടോ. ലാൻഡിങ്ങിനുള്ള റൗട്ട് എത്തിക്കൊണ്ടിരിക്കുക. All portable electronic devices are in flight safe mode. Charging of portable electronic devices are not allowed during landing and taxi on arrival until the seatbelt sign is switched off. Or carry on. സിംഗപ്പൂരിൻ്റെ മണ്ണിലെത്തിയപ്പോൾ കാണാൻ പറ്റുന്ന കാഴ്ച ഉണ്ടോ? സിംഗപ്പൂരിൻ്റെ മേളിലിരുന്നും കൊണ്ട് കാണാൻ പറ്റുന്ന ഒരു വ്യൂ ആണ്. സിംഗപ്പൂരിൻ്റെ ആകാശ ദൃശ്യങ്ങളാണ് ഇതെല്ലാം. ഞങ്ങളതാ സിംഗപ്പൂർ എയർപോർട്ടിൽ എത്താറായി. ഇപ്പോൾ ലാൻഡ് ചെയ്യും. അതുവരെ കണ്ടോ ചാങ്കി എയർപോർട്ട് എന്നാണ്. ചാങ്കി എന്നുള്ള പേരൊക്കെ അവർ പുല്ലിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഹലോ, അങ്ങനെ ഞങ്ങൾ സിംഗപ്പൂർ ഇപ്പോൾ എയർപോർട്ടിനകത്താട്ടോ ഇരിക്കുന്നത്. ഞങ്ങളിപ്പോൾ ഷാങ്കായ് സിംഗപ്പൂർ എയർപോർട്ടിനകത്താണ്. രാവിലെ ഞങ്ങൾ സിംഗപ്പൂർ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. ഞങ്ങൾക്കിനി ഇവിടെ നിന്ന് ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഞങ്ങൾക്ക് മനില, ഫിലിപ്പീൻസിലെ മനിലയിലേക്കുള്ള ഫ്ലൈറ്റ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ വേണ്ടി വന്നതായിരുന്നു കേട്ടോ. ഞങ്ങളിന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് വെറൈറ്റിയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ചിക്കൻ പപ്സാണ്. ഇതിന് ഞങ്ങൾക്ക് ഈ എയർപോർട്ടിൽ ഈ ഒരു ചിക്കൻ പപ്സിന് 2.5 സിംഗപ്പൂർ ഡോളറാണ് കേട്ടോ. ഞങ്ങൾ അതുകൊണ്ട് ആ ഒരു എമൗണ്ട് നമ്മൾ കേട്ടപ്പോൾ തന്നെ ഞങ്ങൾ ഇതുകൊണ്ട് ഈ ഒരു പബ്സിൽ തന്നെ ഞങ്ങളിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒതുക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഈ പുറത്ത് ബാക്ക് സൈഡ് കാണുന്ന എമിറേറ്റ്സിൻ്റെ ഒരു ഫ്ലൈറ്റ് കിടപ്പുണ്ട്. അതിപ്പോൾ കുറച്ച് നേരത്തെ വന്ന ഫ്ലൈറ്റാണ് കേട്ടോ. പിന്നെ പുറത്ത് നല്ല മഴയും ഉണ്ടെന്ന്. നല്ല ക്ലൗഡി ഇതായിട്ട് പുറത്തെല്ലാം കാണാൻ പറ്റുന്നത്. മനു ആണെങ്കിൽ ഇതായിരുന്നു പപ്സ് കഴിക്കുകയാണ്. 2.5 സിംഗപ്പൂർ ഡോളറും കൊടുത്തിട്ടൊരു പപ്സ് കഴിക്കുക. നാട്ടിൽ 10 രൂപയുടെ പപ്സ്, 20 രൂപയുടെ പപ്സ് ഞങ്ങൾ അങ്ങനെ ഒരു 200 രൂപ കൊടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അതേ ഇത് തന്നെയാണ് കേട്ടോ. വലിയ വ്യത്യാസമൊന്നുമില്ല. ടേസ്റ്റൊന്നും അങ്ങനെ വ്യത്യാസമൊന്നുമില്ല അല്ലേ മെനു? പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. അതേ ഇത് തന്നെയാണ്. പിന്നെ ചിക്കനാണ്. ചിക്കൻ ഇച്ചിരി 1-2 പീസ് കൂടുതലുണ്ടെന്നേ ഉള്ളൂ. സോഫ്റ്റ് സാധനം. നല്ല സോഫ്റ്റാണ് കേട്ടോ. നമ്മൾ പുറത്ത് കണ്ടാൽ തന്നെ ഇച്ചിരി ഓയിലി മയം പോലെയൊക്കെ ഉള്ള ഇതാണ്. നല്ല സോഫ്റ്റാണ്.
നല്ല ചൂടുണ്ട്. നല്ല ചൂടോടെയാണ് അത് അവർ പ്രിപ്പയർ ചെയ്ത് തന്നിരിക്കുന്നത്. ഈ എയർപോർട്ട് എന്ന് പറയുന്നത് തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യമായ സിംഗപ്പൂരിലെ ഒരു പ്രധാന വിമാനത്താവളമാണ് ഈ ചാങ്കി അന്താരാഷ്ട്ര വിമാനത്താവളം. പൊതുവേ ചാങ്കി വിമാനത്താവളം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. തെക്ക് കിഴക്കൻ ഏഷ്യയിലെ തന്നെ വ്യോമസേനാ രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹബ്ബ് കൂടിയാണ് ഈ ചാങ്കി ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഇവിടെ ഇപ്പോൾ എയർപോർട്ടിൽ എമിറേറ്റ്സിൻ്റെ ഒരു ഫ്ലൈറ്റ് ഉണ്ട്, പിന്നെ ടർക്കി എയർലൈൻസിൻ്റെ ഒരു ഫ്ലൈറ്റ് കിടപ്പുണ്ട്, ഖത്തർ എയർവേസ്, സ്കൂട്ട്. ഞങ്ങൾ രാവിലെ സ്കൂട്ടിലാണ് വന്നത് കേട്ടോ. പിന്നെ ഒരു സിംഗപ്പൂർ എയർലൈൻസ് ഉണ്ട്. അങ്ങനെ ഒത്തിരി ഫ്ലൈറ്റുകൾ ഇവിടെ വരുന്നുണ്ട്. കാരണം ഒത്തിരി രാജ്യത്തിലേക്ക് ഇവിടുന്ന് ഫ്ലൈറ്റുകൾ പോകുന്നുണ്ട്. അപ്പോൾ മിക്കവാറും ഇവിടെ നല്ല തിരക്കായിട്ടുള്ള ഒരു എയർപോർട്ടാണ് ഈ ചാങ്കി ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഞങ്ങൾക്കും ഇനി ഉച്ചയ്ക്ക് തിരിച്ചു പോകാനുള്ളതും സ്കൂട്ടിൻ്റെ ഫ്ലൈറ്റിലാണ്. ഇതൊക്കെ ഇവിടുത്തെ ഫുഡ് ഐറ്റംസ് കേട്ടോ. ഒത്തിരി വെറൈറ്റി ഫുഡുകളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതിൽ നിന്നുമാണ് ഞങ്ങൾ ഒരു പപ്സ് മേടിച്ചത് കേട്ടോ. ഇവിടെ ഒത്തിരി ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ഇതിനകത്തുണ്ട് എയർപോർട്ടിനകത്ത്. ഇവിടുന്ന് ഷോപ്പിൽ നിന്ന് നമുക്ക് ടീയോ സ്നാക്സോ കഴിക്കാനുള്ളതൊക്കെ മേടിച്ചിട്ട് ഇതുപോലെ ഓരോ സ്ഥലത്ത് വന്നിരുന്ന് കഴിക്കാൻ പറ്റും. പിന്നെ പലരും എന്താ പറയുക, ഇതേപോലെ വന്നിരുന്ന് കഴിച്ചിട്ട് അവരുടെ ഓഫീസ് വർക്കുകളായാലും അവരുടെ ആക്ടിവിറ്റീസ് എല്ലാം ഇതിലിരുന്ന് അവർ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. കുട്ടികൾക്കുള്ള ഗെയിമിംഗ് എല്ലാം കളിച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ട്. നല്ല ഒത്തിരി സ്പേസ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് കേട്ടോ. എയർപോർട്ടിനകത്തൊക്കെ അവർ അടിപൊളിയായിട്ട് ലൈറ്റുകളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. എല്ലാം നല്ല വ്യൂവിലാണ് ലൈറ്റൊക്കെ അവർ കൊടുത്തിരിക്കുന്നത്. നമ്മളിത് കയറി കണ്ടു കഴിഞ്ഞാൽ ഒരു മാളായിട്ട് തന്നെ തോന്നുന്നു കേട്ടോ. അമ്മാതിരിയുള്ള രീതിയിൽ അവർ ഇതെല്ലാം ചെയ്യുന്നത്. തറയിലൊക്കെ എന്ന് പറഞ്ഞാൽ മാറ്റാണ്, നമ്മുടെ ഫ്ലോർ മാറ്റൊക്കെ ഇട്ടിട്ടുണ്ട് അവർ. അടിപൊളിയാണ്. ഇനി ഞങ്ങൾക്കുള്ള ഉച്ചയ്ക്കുള്ള ഫ്ലൈറ്റ് എവിടെയാണെന്നുള്ള കാര്യം ഇങ്ങനെ നോക്കുകയാണ്. ടെർമിനൽ 1 ഞങ്ങളടുത്ത് പറഞ്ഞത്. അപ്പോൾ ടിയോൺ ട്രാൻസിറ്റിൻ്റെ ലേ ഔട്ടാണ് കേട്ടോ ഇത്. അത് ഓരോ ഫ്ലൈറ്റുകളൊക്കെ എവിടെയാണ് വരുന്നത്, ലോഞ്ചസ് ഇതൊക്കെ എവിടെയെന്നൊക്കെ ഉള്ളതാണ്. ലെവൽ 3, ലെവൽ 1, ലെവൽ 2 എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ലോഞ്ചസ് ഒക്കെയാണ് കാണിച്ചിരിക്കുന്നത്. ഇത് എവിടെ വന്നു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് എയർവേസിൻ്റെ ലോഞ്ചുണ്ട്, ഖത്തർ എയർവേസിൻ്റെ ലോഞ്ചുണ്ട്, എമിറേറ്റ്സിൻ്റെ ലോഞ്ചുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ നിന്ന് ഇതിൽ അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ആപ്പിൾ ഐഫോൺ സ്റ്റുഡിയോ ആണ് കേട്ടോ. ഇവിടെ നമ്മളെ കയറിയ ആപ്പിളിൻ്റെ ഫോണൊക്കെ ഉണ്ട്. ഞങ്ങൾ പക്ഷേ അതൊന്നും വാങ്ങാൻ വേണ്ടി കയറിയില്ല. നമുക്ക് കോസ്മെറ്റിക്കും പെർഫ്യൂംസിൻ്റെയൊക്കെ ഒരു ഷോപ്പുണ്ട്. ഫേസ് കെയർ ക്രീമൊക്കെ ഉണ്ട് കേട്ടോ. ആവശ്യമുള്ളവരൊക്കെ വരുമ്പോഴത്തേക്കും നമുക്കിവിടെ ഇറങ്ങി പർച്ചേസിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. പല ബ്രാൻഡിൻ്റെ ഉണ്ട്. ഒത്തിരി വെറൈറ്റി ഐറ്റംസാണ് ഇവിടെ കൂടുതലും ഉള്ളത്. നമുക്കിഷ്ടമുള്ളത് നോക്കി നമുക്ക് വാങ്ങാൻ പറ്റുന്ന തരത്തിലാണ് ഇവിടെ എല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മുടെ ഗോൾഡ് ഫിഷൊക്കെ ഇതാ വരുന്നുണ്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ സമയം പോകാൻ വലിയ വ്യത്യാസമൊന്നുമില്ല. പെട്ടെന്ന് സമയം പോകും കേട്ടോ നമുക്ക്. കാരണം ഞങ്ങൾക്ക് തന്നെ ഏകദേശം 8 hours ഇവിടുത്തെ ലേ ഓവർ വന്നത്. പക്ഷേ സമയം ഇതാന്ന് പറഞ്ഞുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുക. കാരണം നമുക്കിത് ചുറ്റി നടന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ തന്നെ ഒത്തിരി ഐറ്റംസ് ഉണ്ട് ഇവിടെ. ഇതേപോലെ അലങ്കരിച്ചിരിക്കുന്നതായാലും നമ്മളൊരു ഗാർഡൻ പോലെയൊക്കെ ആയാലും. ഇതിനകത്തിന് ഒരു ബട്ടർഫ്ലൈ പാർക്കൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇനി അവിടെയും നമുക്ക് കയറണം. അടിപൊളിയായിട്ടാണ് ഗാർഡൻ വാട്ടർഫോൾ ചെയ്തിരിക്കുന്നത്. ഇത് വിസ്കിയുടെ ഒരു ഷോപ്പാണ് കേട്ടോ. അവിടെ 2 പേര് വന്നിരുന്ന് വിസ്കി ടേസ്റ്റൊക്കെ ചെയ്തൊക്കെ നോക്കുകയാണ് കേട്ടോ. അവർ 2-3 തരത്തിലുള്ള വിസ്കിയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുക.
തൊട്ടടുത്ത് വേറെ ഒരു ഷോപ്പുണ്ട് കേട്ടോ, വൈൻ ആൻഡ് സ്പിരിറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട്. അത് ഡ്യൂട്ടി ഫ്രീ ഷോപ്പാണ്. ഇവിടെ 24 hours ഫുഡിൻ്റെ ഒരു ബോർഡുണ്ട്. പിന്നെ ലോഞ്ചസ് ഇവിടെ കാണുന്നുണ്ട്. പിന്നെ നമുക്ക് പ്രെയർ ചെയ്യണമെങ്കിലുള്ള റൂമൊക്കെ ഉണ്ട് കേട്ടോ, പ്രെയർ റൂമൊക്കെ ഉണ്ട്. അതായത് നമുക്കൊരു വീട്ടിലോ ബാക്കിലോടത്തോ ഉള്ളതിനേക്കാളുള്ള ഫെസിലിറ്റിയോടുകൂടിയാണ് എല്ലാ സംഭവങ്ങളും അവർ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മളൊരു ട്രാവലൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്കത് സ്പെൻഡ് ചെയ്യാനുള്ള ഒത്തിരി ഏരിയ ഇവിടെ ഉണ്ട്. ഇവിടെ കൂടുതലും സിംഗപ്പൂർ ഡോളറാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഞങ്ങളും $US കൊടുത്തപ്പോഴത്തേക്ക് നമുക്ക് ഫുഡിന് ബ്രേക്ക്ഫാസ്റ്റിന് ഒരു ബാലൻസ് വന്നത് സിംഗപ്പൂർ ഡോളറാണ് ബാലൻസ് വന്നായിരുന്നു. സിംഗപ്പൂർ ഡോളർ ഉണ്ടെങ്കിൽ അത് തന്നെ കൊടുക്കുന്നതാണ് ബെറ്റർ. ഇവിടുത്തെ കറൻസി എക്സ്ചേഞ്ച് ആണ് കേട്ടോ. അതെ. അപ്പോൾ ഞങ്ങൾക്ക് മനിലേക്ക് പോകാനുള്ള ഫ്ലൈറ്റ് മനില GR 390 ലിസ്റ്റിലൊക്കെ വന്നു. C17 കേട്ടോ. പോവാൻ മനു? C17 അല്ലേ? C15 C19 ദിസ് വേ. അടിപൊളി എക്സലേറ്റർ ആണ് കേട്ടോ. ഇങ്ങനെ വെറുതെ നിന്നാൽ മതി. ഒത്തിരി സ്റ്റുഡൻസൊക്കെ വന്നിരിപ്പുണ്ട്. അവർ സിം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും സിം എടുത്തിട്ട് ഒരു സിം യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. സ്റ്റുഡൻസ് ട്രിപ്പായിട്ട് വന്നതായിരിക്കും. Enjoy your Scoot experience. Please give your attention to the cabin crew at the front of the cabin. Fasten your seatbelt like this and tighten it. To release, lift this catch. Now, the use of your life vest. Your life vest is under your seat. Slip the life vest over your head. Bring the waist strap around your waist. Connect the clip and pull the strap to tighten. Inflate your life vest only at the exit. To inflate, pull the red tab firmly downwards. To inflate it further, blow into this tube. There's a light and a whistle for attracting attention. Special life vests are available for children under the age of 4. Should there be a loss of cabin pressure, oxygen mask will automatically drop from the compartment above. Pull the mask down sharply to activate the flow of oxygen. Place the mask over your nose and mouth. Pull the elastic strap over your head and adjust the strap. Breathe normally. Be sure to fit your own mask before helping others. Please note where the emergency exits are located on this aircraft. There are exits at the front, at the back, and at the overwing. During evacuation, do not take your belongings with you. If smoke is present, keep low and follow the lights to the nearest exit. The safety information card in your seat pocket contains additional information. Please read it carefully. Smoking and use of electronic cigarettes are not allowed on Scoot flights. 1 2 3 4 4 ലൈനായിട്ട് നിൽക്കുക, ഓരോന്ന് പറഞ്ഞതിന് ശേഷം പോകാൻ വേണ്ടി. വാവ്, നല്ല തിരക്കുള്ള എയർപോർട്ടാണ് കേട്ടോ സിംഗപ്പൂർ എയർപോർട്ട് എന്ന് പറയുന്നത്. പോകുന്നത് സിംഗപ്പൂർ എയർലൈൻസ്. ഏകദേശം ഒരു മിനിറ്റിനുള്ള ഏകദേശം ഒരു 3 എണ്ണമെങ്കിലും ഇവിടെ നമുക്ക് പറഞ്ഞതാണ് അല്ലേ. മുകളിൽ നിന്ന് കാണുമ്പോൾ എന്ത് രസമല്ലേ. ഈ അടുത്തുനിന്ന് കാണുന്നതിൻ്റെ പകുതി പോലും ഇല്ല ഫ്ലൈറ്റ് താഴെ നിൽക്കുമ്പോഴത്തേക്ക്. സിംഗപ്പൂർ എയർപോർട്ടാണ് കേട്ടോ നമ്മൾ താഴെ കാണുന്നതെല്ലാം. എത്ര ഫ്ലൈറ്റാണ് കിടക്കുന്നത്. അയ്യോ ഇതാ ചരിയുന്നേ. താഴെയൊന്നും കാണാൻ പറ്റുന്നില്ല എല്ലാം. രാവിലെയൊക്കെ നല്ല മഴയായിരുന്നു, അതിൻ്റേതാണെന്നു ക്ലൈമറ്റ് വളരെ മോശമാണ്.
സിംഗപ്പൂർ എയർലൈൻസിൻ്റെ ഒരു ചിലവ് കുറഞ്ഞ എയർലൈൻസാണ് സ്കൂട്ട് കേട്ടോ. ഇത് സ്ഥാപിതമാവുന്നത് 2012 ജൂൺ 14 ആദ്യമായിട്ടിത് ട്രാവലിംഗ് നടത്തുന്നത് പസഫിക് മേഖല, ഏഷ്യ പസഫിക് മേഖലയിലെ വിമാനത്താവളങ്ങളിലേക്കാണ് ഇത് ആദ്യമായിട്ട് യാത്ര തുടങ്ങുന്നത്. എസ്കേപ്പ് ദി ഓർഡിനറി എന്നതാണ് സ്കൂട്ട് എയർലൈൻസിൻ്റെ മുദ്രാവാക്യം. പിന്നെ ഇതിൻ്റെ ക്യാബിൻ ക്രൂസിൻ്റെ ഡ്രസ്സൊക്കെ എന്ന് പറയുന്നത് ഒരു ബ്ലാക്കിൽ യെല്ലോ മിക്സ് ചെയ്തിട്ടുള്ളൊരു കളറാണ്. പിന്നെ ഈ ഫ്ലൈറ്റിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ വൈറ്റിൽ യെല്ലോ മിക്സ് ചെയ്തിട്ട്, അതായത് ബാക്ക് സൈഡിലൊരു യെല്ലോ കളറൊക്കെ കൊടുത്തിട്ടുള്ളൊരു മനോഹരമാക്കിയ ഒരു കളറാണ് ഈ സ്കൂട്ട് ഫ്ലൈറ്റിന് നൽകിയിട്ടുള്ളത്. ഇതാണ് കേട്ടോ സ്കൂട്ടിലെ ടോയ്ലറ്റ് ഏരിയ. മുഖം നോക്കാൻ വേണ്ടി ഒരു ഗ്ലാസ് ഒക്കെ ഉണ്ട്. ഒരു ചെറിയൊരു സ്പേസിലാണ് ചെയ്തിരിക്കുന്നത്. അത് ടിഷ്യൂ പേപ്പർ ഉണ്ട്, ടോയ്ലറ്റ്, ജസ്റ്റ് നിൽക്കാനുള്ള സ്പേസ് കേട്ടോ. പിന്നെ ഒരു ആൻറ്റി ബാക്ടീരിയൽ ഹാൻഡ് സോപ്പ് വെച്ചിട്ടുണ്ട്. പിന്നെ വെള്ളത്തിനുള്ള പൈപ്പ് വെച്ചിട്ടുണ്ട്. ഇതിനായിട്ടൊരു സ്കൂട്ട് കഫേ എന്ന് പറഞ്ഞിട്ടൊരു ബ്രൗഷറൊക്കെ ഉണ്ട് കേട്ടോ. അതിനകത്ത് ഹോട്ട് മീൽസ് ഉണ്ട്. ഓരോന്നിനും ഓരോ റേറ്റൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അത് മേടിക്കുന്നതിന് $12 കേട്ടോ അതുണ്ട്. അങ്ങനെ കുറേ ലൈറ്റ് മീൽസ് ഉണ്ട്, നൂഡിൽസ് ഉണ്ട്. അങ്ങനെ ഒരു കുറച്ച് അതിങ്ങനത്തെ ഫുഡ് ഐറ്റംസിൻ്റെ എല്ലാത്തിൻ്റെ തന്നെ ഒരു ബ്രൗഷർ ഇതിനകത്തുണ്ട്. അത് കഴിഞ്ഞിട്ട് ഡ്യൂട്ടി ഫ്രീ ഷോപ്പിംഗ് ഗൈഡ് ഓൺ സ്കൂട്ട്, ഒരു മോഡേൺ എന്താ പറയുക ജാപ്പനീസ് വിസ്കിയുടെ ഒരു പടമൊക്കെ വെച്ചിട്ട് ഒരു ബ്രൗഷർ ഇരിപ്പുണ്ട്. ഇതുണ്ട്. പിന്നെ ഒരു സേഫ്റ്റി ഇൻഫർമേഷനെ നമുക്ക് മുൻകരുതലുകൾ തരാൻ വേണ്ടിയുള്ളൊരു ബ്രൗഷറുണ്ട്. അതിനകത്ത് നമ്മൾ എന്തൊക്കെ സേഫ്റ്റി ഇൻഫർമേഷനാണ് എടുക്കാനുള്ളത് എന്നുള്ള കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫ്ലൈറ്റിൻ്റെ എക്സിറ്റ് ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്ത് അവർ കൊടുത്തിട്ടുണ്ട്. എന്ത് രസമല്ലേ ഇത്! നമ്മൾ സീനറി പടമൊക്കെ കാണുന്നത് പോലെയുണ്ട്. പല തരത്തിൽ കളറിൽ നമ്മൾ വരച്ച് വെച്ചിരിക്കുന്നത് പോലെയുണ്ട് ഇത്. പക്ഷെ റിയലായിട്ടുള്ളൊരു സംഭവം കേട്ടോ. അതിൻ്റെ മേളിൽ അതിനപ്പുറത്തോട്ട് തന്നെ ചുവന്ന കളറിലൊക്കെ ഉള്ള മേഘപടലങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. എന്ത് രസമാണെന്നുണ്ടോ! അതിൻ്റെ തൊട്ടടുത്തൊരു പുകപടലം പോലൊരു സംഭവം. താഴെ നമുക്ക് ഒന്നും നേരെ ഒന്നും കാണാൻ പറ്റില്ല. എല്ലാം മഞ്ഞുപാളികൾ പോലെ നിൽക്കുന്ന സ്ഥലങ്ങളാണ് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഫിലിപ്പീൻസിൽ എത്തി കേട്ടോ. ഫിലിപ്പീൻസ് എയർപോർട്ടിലെത്തി. ഇവിടെ ഞങ്ങളിനി പുറത്തിറങ്ങാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ടെർമിനൽ ഓക്കെ, എക്സിറ്റ് വഴി ഞങ്ങളിതാ പോവുകയാണ്. ഇവിടുത്തെ വിശേഷങ്ങൾ കുറച്ച് പറയാനൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും ഞങ്ങളൊന്ന് ഇന്നലെ ഇറങ്ങിയതാണ്. അപ്പോൾ ഇന്നൊന്ന് റൂമിലൊക്കെ ഒന്ന് എത്തിയതിന് ശേഷം ഞങ്ങൾ ട്രിവാൻഡ്രത്തുനിന്ന് വന്നത് മുതലുള്ള വിശേഷങ്ങൾ ഞങ്ങൾ പറയാം. ഓക്കെ, ഞങ്ങളെ കാത്ത് നമ്മുടെ ഋതിൻ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ഋതിനെ ഞങ്ങൾക്കൊന്ന് വിളിക്കണം. വിളിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. ഗേറ്റ് 5 എക്സിറ്റ് വഴി ഞങ്ങളിതാ പുറത്തിറങ്ങിയാണ്. ഫിലിപ്പീൻസ് എൻട്രി അടിച്ചു. എൻട്രി വിസയൊക്കെ ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെ ഞങ്ങൾ ഫിലിപ്പീൻസിലെ പുറത്തോട്ട് ഇറങ്ങുകയാണ് കേട്ടോ. ഓ, AC നിന്ന് പുറത്തിറങ്ങിയപ്പോൾ വല്ലാത്ത ചൂടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫിലിപ്പീൻസിൽ വരുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഫിലിപ്പീൻസ് വരുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം എന്താണെന്ന് ചെയ്തു കഴിഞ്ഞാൽ ഫിലിപ്പീൻസ് വിസയ്ക്ക് വേണ്ടി എംബസിയിൽ അപ്ലൈ ചെയ്തു. അപ്പോൾ എനിക്കത് റിജക്റ്റ് ചെയ്തു. എന്താ റീസൺ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഞാൻ ITR ഫയൽ ചെയ്തു, എൻ്റെ പാൻ കാർഡിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തു, എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു, പിന്നെ എൻ്റെ ഫോട്ടോസ് കൊടുത്തു, ഞാൻ വർക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവിടുത്തെ ഡീറ്റെയിൽസ് കൊടുത്തു. അപ്പോൾ അവിടെയുള്ള എല്ലാ ഡീറ്റെയിൽസും അവർക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ കൊടുത്തു. പക്ഷേ എന്തുകൊണ്ടെന്നാലും എനിക്കറിയത്തില്ല, എൻ്റെ ഫിലിപ്പീൻസ് ഫസ്റ്റ് ടൈമിൽ ഞാൻ കൊടുത്ത വിസ എനിക്ക് റിജക്റ്റ് ചെയ്തു. സെക്കൻഡ്ലി ഞാൻ പിന്നെ നോക്കിയപ്പോഴത്തേക്കും എനിക്ക് ഫിലിപ്പീൻസിൽ വരണമെന്നുണ്ട്. അപ്പോൾ വരണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണമെന്നുള്ള ആലോചിച്ചപ്പോഴത്തേക്കും ട്രാവൽ ഏജൻസിൽ അന്വേഷിച്ചപ്പോഴത്തേക്കും അവർ പറഞ്ഞത് സിംഗപ്പൂർ വിസയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ ചാൻസ് കൂടുതലാണെന്ന് പറഞ്ഞു, കിട്ടാൻ സാധ്യത കൂടുതലാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സിംഗപ്പൂർ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. സിംഗപ്പൂർ വിസയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ITR കൊടുക്കണം,
നമ്മളെവിടെ വർക്ക് ചെയ്യുന്നതെന്നുള്ള ഡീറ്റെയിൽസ് കൊടുക്കണം. എന്നാലും ഫിലിപ്പീൻസ് എംബസിയിൽ കൊടുക്കുന്നതിൻ്റെ അത്ര ബുദ്ധിമുട്ട് നമുക്ക് നമ്മുടെ സിംഗപ്പൂർ വിസയ്ക്ക് വേണ്ടി ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതെല്ലാം നമ്മൾ കൊടുത്തു. അതിൻ്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൊടുക്കണം. ഒരു 30x75 അങ്ങനെ എന്തോ ആണെന്നും സൈസ് കറക്റ്റ് ശരിയല്ല ഇത്. എന്നാൽ നിങ്ങൾ നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ അത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ഞങ്ങളത് എല്ലാം കൂടി കൊടുത്തു. എനിക്കങ്ങനെ സിംഗപ്പൂർ വിസ കിട്ടി. സിംഗപ്പൂർ വിസയ്ക്ക് ഏകദേശം ഒരു 12 days എടുത്തു. സിംഗപ്പൂർ വിസ കിട്ടി. സിംഗപ്പൂർ വിസ ഉള്ള ഇന്ത്യൻ പാസഞ്ചേഴ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫിലിപ്പീൻസിൽ ഓൺ അറൈവൽ എടുത്തിട്ട് വരാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാനിന്ന് ഫിലിപ്പീൻസിലോട്ട് വന്നത്. അപ്പോൾ അതായത് നമ്മുടെ ഇന്ത്യയും ഫിലിപ്പീൻസുമായിട്ടുള്ള എന്തോ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്ത് നമുക്കവർ തരുന്ന ഒരു ഓൺ അറൈവൽ വിസയാണ് അജാസ് UK, അങ്ങനെ എന്തോണ് അതിൻ്റെ പേര് പറയുന്നത്. അതായത് അതിൽ പറയുന്നത് ഐ ആം ആൻ ഇൻ്റർനാഷണൽ ബട്ട് ഐ ഹാവ് എ വാലിഡ് അമേരിക്കൻ ഓർ ജാപ്പനീസ്, ഓസ്ട്രേലിയൻ, കനേഡിയൻ, ഷെങ്കൻ വിസ, സിംഗപ്പൂർ ഓർ UK വിസ. ഇത്ര വിസ ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫിലിപ്പീൻസിലോട്ട് വരാം. അത് സിംഗിൾ എൻട്രിയോ മൾട്ടിപ്പിൾ എൻട്രിയോ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല, അങ്ങനെ അതിൽ പറയുന്നില്ല. പക്ഷേ എനിക്കത് മൾട്ടിപ്പിൾ എൻട്രി ആയിട്ടാണ് എനിക്ക് സിംഗപ്പൂർ വിസ കിട്ടിയത്. എനിക്ക് 3 മാസത്തേക്കാണ് സിംഗപ്പൂർ വിസ കിട്ടിയത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഫിലിപ്പീൻസിലോട്ട് വരുന്നത്. ഫിലിപ്പീൻസിൽ നമ്മൾ വരുമ്പോഴത്തേക്ക് ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് നേരെ സിംഗപ്പൂർ ഫ്ലൈറ്റിൽ വന്നു. അവിടെ നിന്ന് നേരെ ഫിലിപ്പീൻസിലേക്കാണ് വന്നത്. ഫിലിപ്പീൻസിലേക്ക് വന്നിട്ട് അവിടെ നിന്ന് ഓൺ അറൈവൽ വേണ്ടി എടുക്കാൻ വേണ്ടി ശ്രമിച്ചു. ഓൺ അറൈവലിന് കൊടുത്തപ്പോഴത്തേക്ക് അവിടെ കുറച്ച് ക്വസ്റ്റ്യൻസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ ചോദിച്ചു. നിങ്ങൾ എന്തിനാണ് വരുന്നത്, എത്ര ദിവസം നിങ്ങൾ ഇന്ന ദിവസം ഇവിടെ ഉണ്ടാവും, ഫിലിപ്പീൻസിലുണ്ടാവും, നിങ്ങൾക്ക് അതിൻ്റെ ടിക്കറ്റ് ഉണ്ടോ, റിട്ടേൺ ടിക്കറ്റ് ഉണ്ടോ എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു. ഹോട്ടൽ ബുക്കിംഗ് ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഹോട്ടൽ ബുക്കിംഗ് ഉണ്ട്, ഞാൻ ഇത്രാം തീയതി തിരിച്ചു പോകും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ സിംഗപ്പൂരിൽ 10 days വിസിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷെ അവർക്ക് എന്തോ ഒരു ചെറിയൊരു ക്ലാരിഫിക്കേഷനിൽ വ്യത്യാസം ഉണ്ടായിരുന്നുകൊണ്ട് അവരെന്നെ സത്യം പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറഞ്ഞു, ഏകദേശം ഒരു 20 minutes എന്നെ അവർ മാറ്റി നിർത്തിയിട്ട് വീണ്ടും അവരെന്ത് ചെയ്തു, എൻ്റെ പാസ്പോർട്ടും വിസയും ബാക്കിയുള്ള ഡീറ്റെയിൽസ് മൊത്തം അവരെന്നെ ചെക്ക് ചെയ്തു. അപ്പോഴത്തേക്ക് അവർ ഞാൻ ഇന്ന കാര്യം തന്നെയാണെന്ന് ഞാൻ പറഞ്ഞു, ഇന്ന രീതിയാൽ ഞാൻ വന്നത്. അപ്പോൾ എനിക്ക് ഞാൻ ഫിലിപ്പീൻസിൽ ഇന്ന സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത്ര രാജ്യങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഫിലിപ്പീൻസിൽ വരുന്നതെന്നും പറഞ്ഞു അവരോട്. അതായത് ഞാൻ പറഞ്ഞ കാര്യത്തിൽ നിന്ന് വേറെ വ്യത്യാസമൊന്നും വരുന്നില്ല, ഞാൻ കാര്യമായിട്ടെന്നുള്ള കാര്യം തന്നെയാണ് പറഞ്ഞത്. അത് പറഞ്ഞു. പിന്നെ അവരെന്ത് ചെയ്തു, അത് ഓക്കെ അവർ വിശ്വസിച്ചു. അത് ശരിയാണ് എന്ന് കണ്ടതിന് ശേഷം എന്ത് ചെയ്തു, അവരെനിക്ക് 14 days വിസയാണ് തന്നത്. അതായത് നമുക്ക് സിംഗപ്പൂർ വിസ ഉള്ളവർക്ക് ഫിലിപ്പീൻസിലോട്ട് വരാൻ 14 ദിവസത്തെ വിസയെ അവർ അപ്രൂവൽ ചെയ്ത് തരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ എനിക്കവർ വിസ അപ്രൂവൽ ചെയ്ത് തന്നു. ഞാൻ അങ്ങനെ എന്ത് ചെയ്തു, അങ്ങനെയാണ് ഞാൻ നേരെ ഫിലിപ്പീൻസിലോട്ട് എൻട്രി ആയത്. അതായത് നമ്മൾ പറയുന്ന കാര്യം സത്യമാണോ എന്നുള്ള കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് വിസ നമുക്ക് അപ്രൂവൽ ചെയ്ത് തരും. ഇല്ലാന്നുണ്ടെങ്കിൽ അവർ റിജക്റ്റ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ടൈം നമ്മൾ വന്നപ്പോഴത്തേക്ക് ഞാൻ ഇന്ന ഡീറ്റെയിൽ പറഞ്ഞുവെങ്കിലും ഞാൻ അതിനകത്ത് ഫസ്റ്റ് ടൈം ഞാൻ മല്ലയിലേക്ക് വരുന്നെങ്കിലും ഞാൻ ഏകദേശം ഒരു 8 days ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ കാണിച്ചിരുന്നത്. അപ്പോൾ 8 days ഞാൻ കാണിച്ചത് ഒരു ഹോട്ടലിലെ ബുക്കിംഗ് ഞാൻ കാണിച്ചിരുന്നു. അപ്പോൾ അവരെൻ്റെ ചോദിച്ചു, മല്ലയിൽ നിങ്ങൾ ഇത്രയും ദിവസം നിൽക്കാനാ പോകുന്നത് എന്നൊക്കെ ചോദിച്ചു എൻ്റെ അടുത്ത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും അവർക്ക് ചെറിയൊരു സംശയം തോന്നുന്നു. പക്ഷേ എന്തായാലും അവരെന്ത് ചെയ്തു, ഞാൻ ഇന്ന സ്ഥലങ്ങളിൽ ഞാൻ പോകുന്നുണ്ട്, ഇന്ന ഏരിയാസാണ് പോകുന്നത്, ഞാനത് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അവരുടെ അടുത്ത് പറഞ്ഞു കൊടുത്തു. അത് പറഞ്ഞപ്പോഴത്തേക്ക് അവരുടെ ക്ലാരിഫിക്കേഷനായി അവരെനിക്ക് എന്ത് ചെയ്തു, വിസ എനിക്ക് അപ്രൂവൽ ചെയ്ത് 14 days വിസ എനിക്ക് തന്നായിരുന്നു. പിന്നെ ഇതിനകത്ത് ഇപ്പോൾ അവർ പറയുന്ന അമേരിക്കൻ വിസ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ്. അതേപോലെ ജാപ്പനീസ് വിസ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ വിസയാണ് കേട്ടോ. അപ്പോൾ നല്ല ഒരു വിസയാണ്, അത് കിട്ടിയാലും നമുക്ക് ഇതിനകത്ത് കയറാൻ വേണ്ടി പറ്റുന്ന ഒരു വിസയാണ്. അപ്പോൾ ഈ വിസ ഉണ്ടെങ്കിൽ നമുക്ക് ഫിലിപ്പീൻസ് വിസിറ്റ് ചെയ്യാം. ഫിലിപ്പീൻസ് വിസിറ്റ് ചെയ്തിട്ട് 14 ദിവസം നിൽക്കാം. നമുക്ക് വിസിറ്റ് ചെയ്ത് തിരിച്ചു പോകണം. നമ്മൾ തിരിച്ചു പോകാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ആ വിസ നമുക്ക് പിന്നെ അപ്രൂവലായി വരത്തില്ല. അപ്പോൾ അവരതുകൊണ്ടാണ് ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത്, ആ വിസ ചെക്കിങ്സ് എല്ലാം അവർ നോക്കുന്നത്. അപ്പോൾ എന്തായാലും എനിക്ക് ഫിലിപ്പീൻസിലോട്ട് കയറാൻ പറ്റി. ഫസ്റ്റ് വിസ റിജക്റ്റ് ചെയ്തു എങ്കിൽ പോലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിംഗപ്പൂർ വിസ വെച്ചിട്ട് എനിക്ക് ഫിലിപ്പീൻസിൽ കയറാൻ പറ്റി. ഞാനത് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് ഫിലിപ്പീൻസ് എന്നുള്ള രാജ്യത്തിൻ്റെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ആ രാജ്യത്തെ പറ്റിയുള്ള എക്സ്പ്ലോറിങ് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മൾ കിട്ടുന്ന വിസ നമ്മൾ എന്ത് ചെയ്യുക, അത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രമിക്കുക. ഹലോ,
ഞങ്ങൾ ഫിലിപ്പീൻസിൽ എന്തായാലും ഞങ്ങൾ വൈകിട്ട് ഫിലിപ്പീൻസിൽ എത്തിയായിരുന്നു. അപ്പോൾ എത്തിയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് രാത്രി എന്ത് ചെയ്തു, ഇവിടെ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് ഏകദേശം മൻലയിൽ എടാ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിന്റെ പേരേതാ? സ്ഥലത്തിന്റെ പേര് ബിലാൽ ബെഡ് റിസോർട്ടിലാണ് നിൽക്കുന്നത് കേട്ടോ. എന്ത് പറയാനാ, നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇതുപോലൊരു എൻജോയ് ചെയ്യാൻ ഒന്നും പറ്റില്ല. നമ്മുടെ അവിടെയൊക്കെ ആണെങ്കിൽ പോലും എന്ത് ചെയ്യാൻ പറ്റുക, പൂളിൽ പോയാൽ 6 മണി അല്ലെങ്കിൽ 7 മണി വരെയൊക്കെ നമുക്ക് ഇതേപോലെ പൂളിൽ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പോ രാത്രി വെളുപ്പിന് 2:30 മണിയായി ഇവിടെ ഫിലിപ്പീൻസില്. ഞങ്ങളിങ്ങനെ എല്ലാവരും ഇതേപോലെ, ഞങ്ങള് ഇത്രയും പേരല്ല, ഒത്തിരി പേരുണ്ട് കേട്ടോ. ഞങ്ങള് ടീംസ് കുറച്ച് പേരുണ്ട്. ഞങ്ങൾ എല്ലാവരുമായിട്ട് എന്ത് ചെയ്യാം, ഇതിനകത്ത് പൂൾ എൻജോയ് ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളെ ഇന്ത്യൻസ് മാത്രമല്ല, യൂറോപ്യൻസ് ഉണ്ട്, ഏഷ്യൻസ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. അടിപൊളിയായിട്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നു, ഫിലിപ്പീൻസിലെ ഈ സ്വിമ്മിംഗ് പൂൾ നമ്മൾ എൻജോയ് ചെയ്തോണ്ടിരിക്കുകയാണോ. ഇതാണ് അടിപൊളി വൈബ് എന്ന് പറയുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മൾ എയർപോർട്ടിൽ നിന്ന് 2 ദിവസം കഴിഞ്ഞിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചാ വന്നത്. പക്ഷെ ആ റെസ്റ്റിന് വേറെ ഞങ്ങൾ എന്ത് ചെയ്തു, പെട്ടെന്നൊരു തീരുമാനമൊക്കെ മാറ്റി ഇവിടെ വന്നപ്പോഴത്തേക്ക് നമുക്ക് പൂളിൽ പോകാമെന്ന് തീരുമാനമായി. അങ്ങനെ ഞങ്ങൾ വല്ലാതെ പെട്ടെന്ന് തീരുമാനിച്ചതായിരുന്നു കേട്ടോ. അതൊരു അടിപൊളിയായിരുന്നു. നല്ല എന്താ പറയുക, നമുക്ക് ഫിലിപ്പീൻസ് നമ്മുടെ കേരളത്തെ പോലെ തന്നെയാണ്, നല്ല ചൂടുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് വെള്ളത്തിൽ കിടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, കുറച്ച് തണുപ്പൊക്കെ കിട്ടും കേട്ടോ. നല്ല അടിപൊളി വൈബാ. ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളിലെ ടൈം എന്ന് പറയുന്നത് നമുക്ക് ഈവനിങ് 6 o'clock തൊട്ട് മോർണിംഗ് 4 o'clock വരെയാണ് കേട്ടോ. ഒരാൾക്ക് 200 പെസോയാണ് ഇവിടുത്തെ ചാർജ്. അപ്പോൾ ഞങ്ങൾ 4-5 പേരുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി ചേർന്നാണ് പെസോയൊക്കെ കൊടുത്തിട്ട് ഈ പൂളിൽ എൻജോയ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയത്. അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊന്നും പറ്റത്തില്ല, നമുക്ക് നൈറ്റ് ഒന്നും നമുക്ക് ഇതേപോലെ പൂളിൽ എൻജോയ് ചെയ്യാനൊന്നും പറ്റത്തില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. കണ്ടോ, എല്ലാവരും ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഏകദേശം ഒരു മണിക്കൂറോളായി കേട്ടോ ഇവിടെ വന്ന് ഇങ്ങനെ വെള്ളത്തിൽ കിടക്കാൻ തുടങ്ങിയിട്ട്. നമ്മൾ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും വെള്ളത്തിൽ നിന്ന് കയറാനൊക്കെ പറയും. പക്ഷെ ഇവിടെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. നമുക്ക് 4 മണി വരെ കറക്റ്റായിട്ട് നമുക്കിവിടെ നിൽക്കാം, ഒരു പ്രശ്നവുമില്ല. നമ്മൾ കുളിക്കാം. അതേപോലെ തന്നെ അപ്പുറത്ത് നമുക്ക് അവിടെ ഒരു ഫുഡൊക്കെ ഉണ്ട്. അത് നമ്മൾ അടുത്ത് ഞാൻ പോകുമ്പോൾ കാണിച്ചു തരാം. അവിടെ ഷെൽട്ടർ പോലെയൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. ആ ഷെൽട്ടറിൻ്റെ സൈഡിൽ വെച്ചും കൊണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം. അതിനൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഒരു 10-15 ഷെൽട്ടർ തന്നെ അവിടെ ഉണ്ട് കേട്ടോ. ആ ഷെൽട്ടർ തന്നെ എല്ലാം ഉണ്ട്. അപ്പോൾ ആ ഷെൽട്ടറിൽ വെച്ചും കൊണ്ട് നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാം. നമ്മൾ ഓർഡർ ചെയ്യുന്ന ഭക്ഷണമൊക്കെ അവർ കൊണ്ടുവരും. അതൊക്കെ കഴിച്ച് നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റും. അങ്ങനെ അടിപൊളി വ്യൂ ആണ് കേട്ടോ. Indian vlogger. Too much for me. Okay. Hi. Hi. என்ன பண்றீங்க? എന്ത് ചെയ്യാലോ, ഇത് നമ്മുടെ ഇവിടുത്തെ മലയാള ஒரு challenge கொடுக்கலாம். Make him take video vlog in Tamil. தமிழ்ல പച്ചല മച്ചാ. നീங்க தான் சொல்லுங்க. என்ன മലയാളം തന്നെ പറയാൻ പറ്റുന്ന പാട് നമുക്കേ അറിയാവുള്ളൂ. സ്പീക്കിംഗ് തമിഴ് ചാലഞ്ച്. ഓക്കേ, எப்படி இருக்குங்க ஸ்விமிங் பூல்? எப்படி நல்லா இருக்கு. உங்களுக்கு ஸ்விமிங் പൂൾ எப்படி இருக்கு? നല്ലതായിരിക്കുന്നു, അടിപൊളിയാണ്. നമ്മുടെ കേരള മലയാളം തമിഴിൽ അടിപൊളിക്ക് എന്താ പറയുന്നത്, ரொம்ப നന്നായിരിക്കും. ഓക്കെ ഓക്കെ. മനു, ஆனா தமிழ் பசங்க ஒரு பர்சன்ட் தான் தமிழ் இருக்கு. Helen.
തൂത്തുക്കുടിയുടെ ഹെലനാണ് കേട്ടോ. ഇവിടെ നമ്മുടെ ഫിലിപ്പീൻസില് നമ്മുടെ MBBS പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണ് കേട്ടോ. എന്താ പറയാ, വീഗാലാൻഡിലൊക്കെ റൈഡിൽ കയറുമ്പോൾ ഒരു റൈഡിൽ കയറിയിട്ട് മേളിൽ നിന്ന് താഴെ വെള്ളത്തിൽ വന്ന് സ്വിം ചെയ്യാൻ പറ്റിയെന്നുള്ള സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയുള്ള സൈഡ് സെപ്പറേറ്റ് അവർ ചെയ്തിട്ടുണ്ട്. അതോ ആ കാണുന്നില്ലേ, ആ സൈഡിൽ കൊച്ചു കുട്ടികൾക്ക് വേണ്ടി സെപ്പറേറ്റ് കളിക്കാൻ വേണ്ടിയുള്ളതുണ്ട്. അതുപോലെ ഫിലിപ്പീൻസിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതേപോലെയുള്ള ഹോട്ടലുകളിലൊക്കെ വന്നൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. അടിപൊളിയാണ് കേട്ടോ. ഇതുപോലെ ഓരോ കോട്ടേജസ് ഒക്കെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതുപോലെ നമുക്ക് ഓരോ കോട്ടേജസിലും വന്നിരുന്നിട്ട് ഭക്ഷണം കഴിക്കാം. എല്ലാ ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചിട്ട് ഇവിടെ പൂളൊക്കെ എൻജോയ് ചെയ്ത് നമുക്ക് അടിപൊളിയായിട്ട് പോകാം. ഇതുപോലെ ഏകദേശം 10-15ഓളം കോട്ടേജസ് ഇവിടെ ഈ ഹോട്ടലിൽ റിസോർട്ടിൽ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതും അതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യാം, റിസോർട്ട് നമ്മുടെ പൂളിൽ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് അടിച്ചു പൊളിക്കാം. ഇപ്പോൾ 4 മണിയായപ്പോഴത്തേക്ക് അവർ ലൈറ്റൊക്കെ ക്ലോസ് ചെയ്തു. അവർ അപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു. ഇവിടെ എല്ലാവരും പാട്ടൊക്കെ പാടി അവരുടെ ലൈഫ് ഫുൾ അവരെ എന്താ പറയുക എൻജോയ് ചെയ്തുകൊണ്ടാണ് അവരിവിടെ കഴിയുന്നത് കേട്ടോ.